നമസ്കാരം, ഞാൻ ഡോക്ടർ മൈമൂന, നിംസ് മൈക്രോ ഹോസ്പിറ്റൽ ബേക്കറി ജംഗ്ഷനിലെ ഗൈനക്കോളജി ഡോക്ടറാണ്. ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം വന്ധ്യതയെ പറ്റിയാണ്. പൊതുവെ എല്ലാവർക്കും ഒരു കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉടനെ കുട്ടികളായില്ല, എപ്പോഴാണ് നമ്മൾ വന്ധ്യതയ്ക്ക് ചികിത്സയ്ക്ക് വരേണ്ടത് എന്നൊരു ഡൗട്ട് പൊതുവെ എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണ്. അപ്പോൾ നമ്മൾ വന്ധ്യത എന്ന് പറയുന്ന ഒരു കണ്ടീഷന് നമ്മൾ ചികിത്സ പറയുന്നത് കല്യാണം കഴിഞ്ഞ് ഒരു വർഷമായി ഗർഭനിരോധന മാർഗങ്ങളൊന്നും ഉപയോഗിക്കാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടും നമ്മൾ കൺസീവ് ആകുന്നില്ല എന്നുണ്ടെങ്കിലാണ് നമ്മൾ വന്ധ്യത എന്ന് പറയുന്നത്. അപ്പോഴാണ് നമ്മളൊരു ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റിനെ കൺസൾട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ വന്ധ്യത എന്ന് പറയുമ്പം എന്തൊക്കെ കൊണ്ടുവരാം? പൊതുവേ നമ്മുടെ നാട്ടിലുള്ളൊരു മിസ്കൺസെപ്ഷൻ എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് മാത്രമാണ് പ്രശ്നമുള്ളത് എന്നാണ്. നമ്മൾ ഒരു വന്ധ്യതാ ചികിത്സയ്ക്ക് ഒരു കപ്പിൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ അവർ കപ്പിളായിട്ടാണ് വരുന്നത്, അതായത് ഭാര്യയും ഭർത്താവുമായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഭാര്യയെയും ടെസ്റ്റ് ചെയ്യണം, അതേപോലെ ഭർത്താവിനെയും നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. ഇൻഫെർട്ടിലിറ്റിയിൽ 40% മെയിൽ ഇൻഫെർട്ടിലിറ്റി കാരണവും 40% ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റി കാരണവുമാണ് വരുന്നത്. ബാക്കി ഒരു 20% ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സും അതുപോലെ തന്നെ അൺഎക്സ്പ്ലെയിൻഡ് ഒരു റീസണ് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു വന്ധ്യതയും വരാറുണ്ട്. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് നമ്മളൊരു കപ്പിൾ വരുമ്പോൾ നമ്മൾ എന്തൊക്കെ ടെസ്റ്റാണ് ചെയ്യുക? അപ്പോൾ സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബേസിക് ആയിട്ട് ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യുന്നത് AMH എന്ന് പറയും, അതായത് നമ്മൾ ഓവറിയിലുള്ള ഓവേറിയൻ റിസർവ് കണ്ടുപിടിക്കാനുള്ളത്. പിന്നെ തൈറോയിഡ് നമ്മൾ ചെക്ക് ചെയ്യണം, അതേപോലെ ഷുഗർ നോക്കണം, പിന്നെ ഒരു ഹീമോഗ്ലോബിനും നോക്കാറുണ്ട്. ഇതോടൊപ്പം തന്നെ നമ്മൾ സ്കാനിങ്ങും ചെയ്യാറുണ്ട്, അതായത് നമ്മൾ യൂട്രസിനകത്ത് മുഴയോ അതല്ലെങ്കിൽ ഓവറിയിൽ സിസ്റ്റോ അല്ലെങ്കിൽ എൻഡോമെട്രിയോസിസ് പോലുള്ള കണ്ടീഷൻ ഉണ്ടോ എന്നും നമ്മൾ ഓവറികളിലുള്ള ഫോളിക്കിളിൻ്റെ അളവും അറിയാനായിട്ടാണ് നമ്മൾ സ്കാൻ ചെയ്യുന്നത്. ഇതുകൂടാതെ നമ്മൾ ആണുങ്ങളിൽ ചെയ്യുന്ന ടെസ്റ്റുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ബേസിക് ആയിട്ട് നമ്മൾ ചെയ്യുക സെമൻ അനാലിസിസ്, അതായത് നമ്മൾ ശുക്ലം ടെസ്റ്റ് ചെയ്ത് നോക്കും. അതിൽ ബീജത്തിൻ്റെ അളവ് കൂടുതലോ കുറവോ, അതല്ലെങ്കിൽ അതിൻ്റെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ മോട്ടിലിറ്റി കുറവുണ്ടോ, അല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഷേപ്പിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നാണ് നമ്മളത് ബേസിക് ആയിട്ട് നോക്കുന്നത്. ഇതോടൊപ്പം തന്നെ നമ്മൾ ആണുങ്ങൾക്ക് പ്രത്യേകം ചോദിക്കാറുണ്ട്, നമ്മൾ സ്മോക്കിംഗ് ഉണ്ടോ അല്ലെങ്കിൽ ആൽക്കഹോൾ എടുക്കുന്നുണ്ടോ. ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ കുറയ്ക്കാൻ പറയാറുണ്ട്. അതൊക്കെ നമ്മൾ ഇൻഫെർട്ടിലിറ്റിയെ ബാധിക്കുന്ന ഒരു ഹാബിറ്റ്സ് ആണ് സ്മോക്കിങ്ങും ആൽക്കഹോളും എന്ന് പറയുന്നത്. നമ്മൾ ബേസിക് ആയിട്ട് നമുക്കൊരു ലൈഫ് സ്റ്റൈലിൽ എന്തൊക്കെ ചേഞ്ചസ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന്, അതായത് കപ്പിളിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? അതായത് നമുക്കൊരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് കൊണ്ടുവരാൻ നോക്കണം. അതായത് ഒരു ഡെയിലി ഒരു 30 minutes എക്സസൈസ് രണ്ടുപേരും ചെയ്യുക, ഒരു മിനിമം 8 hours ഓഫ് സ്ലീപ്പ്, ഉറങ്ങാൻ ശ്രമിക്കുക, ഒരു 8 മണിക്കൂറെങ്കിലും മിനിമം ഉറങ്ങാൻ നോക്കുക. പിന്നെ നമ്മളെ ഫുഡിലുള്ള ചേഞ്ചസ്, അതായത് കൂടുതൽ പ്രോട്ടീനേഷ്യസ് ആയിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ആഹാരം കഴിക്കാൻ ശ്രമിക്കുക. അപ്പം ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് നമ്മൾ ഇൻഫെർട്ടിലിറ്റിയിൽ അറിയേണ്ട കാര്യങ്ങൾ. നിങ്ങൾക്കത് ഉപയോഗപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.